കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. നൂറുകണക്കിന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മഴക്കെടുതിയിൽ ജില്ലയിൽ ഒരാൾക്ക് ജീവനും നഷ്ടമായി. വ്യാപക കൃഷിനാശവും പടിഞ്ഞാറൻ മേഖലയിലുണ്ടായി. ശക്തമായ മഴയിലും കഴിഞ്ഞ ദിവസം കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലെ വെള്ളവും വ്യാപക നാശനഷ്ടമാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടാക്കിയത്. നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് രാവിലെ മുതൽ മാറ്റിപ്പാർപ്പിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളും അപ്പർ കുട്ടനാടും വെള്ളത്തിനടിയിലായി. മഴക്കെടുതിയുടെ ഭാഗമായി ജില്ലയിൽ ഒരു മരണവും സംഭവിച്ചു. ആർമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. രാവിലെ വീട്ടിൽ നിന്നും പോയ ജിൻഡോയെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൂഴിക്കൽ കടവ് ഭാഗത്ത് വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലാ നഗരത്തിലും ഈരാറ്റുപേട്ട നഗരത്തിലും വീണ്ടും വെള്ളം കയറി. പഴയിടം ക്രോസ്വേ പൂർണ്ണമായി മുങ്ങി. മണിമലയാറും മീനച്ചിലാറിലെയും ജലനിരപ്പ് താഴ്ന്നത് ആശ്വാസകരമാണ്. അതേസമയം ജില്ലയിൽ കൃഷിനാശം വ്യാപകമാണ്. പരിപ്പ് 900 പാടശേഖരത്ത് 300 ഏക്കറിലധികം നെൽകൃഷി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. 126 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖര ഇത് വിതച്ചിട്ട് 4 ദിവസം പ്രായമായി. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു മഴ വീണു. ഞാൻ ഇന്നിപ്പോൾ രാവിലെ പോകുമ്പോൾ ഒരേക്കറിൽ ഇപ്പോൾ ഒരു 15,000 രൂപയെങ്കിലും വെച്ച് ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. NDRF സംഘത്തിന്റെ 2 യൂണിറ്റ് ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.